നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കേവലം വാർത്താമാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പുതിയൊരു വിഷയം കിട്ടിയിരിക്കുകയാണ്. 12 വയസ്സുള്ള ബാലിക, അവൾ ഇന്ന് ഈ ലോകത്തില്ല. അവൾ എന്താണ് തെറ്റാണ് ചെയ്തത്? പണ്ട് അമ്പലത്തിനുള്ളിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട ആസിഫ മോൾ, അവൾ എന്ത് തെറ്റാണ് ചെയ്തത്? എത്രയോ പെൺമക്കൾ, അവരൊക്കെ എന്ത് തെറ്റാണ് ചെയ്യുന്നത്? എന്താണ് ഈ പ്രതികൾക്ക് ഇത്ര ധൈര്യം വരുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? അവർക്കറിയാം, കൃത്യമായി കുറച്ച് വർഷം ഒന്ന് ജയിലിൽ കിടന്നാൽ മതി, അതും നല്ല സുഭിക്ഷമായ ഭക്ഷണം, എല്ലാ സംവിധാനങ്ങളും. ചിലപ്പോൾ ഇറങ്ങി വരുമ്പോൾ പേരറിയപ്പെട്ട പാർട്ടികളുടെ മന്ത്രിസ്ഥാനങ്ങളിലേക്ക് റിക്രൂട്ട്മെന്റ് കിട്ടണമെങ്കിൽ പീഡന കേസിൽ പ്രതിയാകണം എന്നതുവരെ നിബന്ധനയായി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുള്ള ലോകമായി നമ്മുടെ ഇന്ത്യ മാറിയിരിക്കുകയാണ്. നമ്മുടെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കിട്ടണമെങ്കിൽ, ഇനിയും നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നും ഒരു മകൾ മരിക്കേണ്ടതുണ്ടോ? ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പ്രതിഷേധമായിട്ട് അറിയിക്കുക. നമ്മുടെ ലോകത്ത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ കൊടുക്കുന്ന അതേ ശിക്ഷ പല രാജ്യങ്ങളിലും വേണം എന്ന വാദം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ നാട്ടിലത് പണ്ടേ വരേണ്ടതാണ്. കാരണം അത്രമാത്രം വൃത്തികെട്ട രീതിയിലാണ് ഓരോ ദിവസവും പേടിപ്പിക്കുന്ന വാർത്തകൾ വരുന്നത്. നമുക്ക് മക്കളുള്ളതാണ്, നമ്മുടെ കുടുംബത്തിൽ പെൺമക്കളുള്ളതാണ്. ഇവർ റോഡിലൂടെ നടക്കുമ്പോൾ, ഒന്ന് യാത്ര ചെയ്യുമ്പോൾ ഇവരുടെ സുരക്ഷിതത്വം എത്രമാത്രമുണ്ട്? ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ സുരക്ഷിതമായി പോകാൻ പറ്റുന്നില്ല. ഒരു പബ്ലിക്കായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ പറ്റുന്നില്ല. പബ്ലിക്കിനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയാണ്, കൊല ചെയ്യുകയാണ്. കാരണം ഈ പ്രതികൾക്കറിയാം, ഇത്രയേ ഉള്ളൂ, ഇവിടെ കഴിഞ്ഞാൽ അത് തീർന്നു. അങ്ങനെയാണോ വേണ്ടത്? ഇത് ചെയ്യണവന്മാർക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടവല്ല. അതിനവർക്ക് ഉള്ളിൽ പേടി വരണം. ആ പേടി പബ്ലിക്കിന്റെ മുന്നിൽ വെച്ചിട്ട് ഇവരെ എക്സിക്യൂട്ട് ചെയ്യും എന്ന ചിന്ത അവരുടെ ഉള്ളിലേക്ക് എത്തിക്കലല്ലേ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. എൻ്റെ ആശയമാണ് ഞാൻ പറയുന്നത്. ഇത്രയും വൃത്തികെട്ട രീതിയിൽ സ്ത്രീകളെ ഒരു പേടിയില്ലാതെ, നിയമങ്ങളെ ഒരു പേടിയുമില്ലാതെ നടക്കുന്ന ഒരു സമൂഹമായി ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഒരു പാർട്ടിയുടെ, ഇപ്പോഴത്തെ ഭരണ പാർട്ടിയുടെ പ്രവേശനത്തിന് ശേഷം മാത്രം ഉണ്ടായിരുന്ന മരണനിരക്ക്, ക്രൈം റേറ്റുകൾ, കൊലപാതകങ്ങൾ, വർഗീയവരികൾ എത്രമാത്രമാണെന്ന് നിങ്ങളൊന്ന് എണ്ണി നോക്കുക. കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് എല്ലാത്തിനും ചൂട് പിടിച്ച് പിന്നാലെ പോകുന്നവർ ചിന്തിക്കുക, നാളെ നിങ്ങളും ഇതേ അവസ്ഥ തന്നെ നേരിടാനുള്ളതാണ്. നിങ്ങളുടെ കുടുംബത്തിലും പെൺമക്കളുണ്ട്, നമ്മുടെ കുടുംബത്തിലും പെൺമക്കളുണ്ട്. ഇത് നമുക്ക് വേണ്ടി ഒരു തവണയെങ്കിലും ഒന്ന് ചിന്തിക്കുക. കണ്ണടച്ചുകൊണ്ട് എല്ലാ നേതാവ് എന്ത് പറഞ്ഞാലും, നേതാവ് എന്ത് ചെയ്താലും, നേതാവിൻ്റെ ആൾക്കാരെന്ത് ചെയ്താലും അതൊക്കെ ശരിയാണെന്ന് മാത്രം ബാധിക്കാതെ ഒരിക്കലെങ്കിലും ബുദ്ധി കൊണ്ട് ചിന്തിക്കുക. കേരളം എന്ന് പറയുന്ന മൂല്യമുള്ള ഒരു സംസ്ഥാനത്തിൽ, വിവേകമുള്ള ഒരു നാട്ടിൽ ബോധമില്ലാത്ത ആളുകളായി മാത്രം നിങ്ങൾ മാറിപ്പോകരുത് എന്ന് മനസ്സ് തട്ടിക്കൊണ്ട് നിങ്ങളോട് കേണപേക്ഷിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ നാട്ടിലോ ഇനി ഒരു മരണം ഇത്തരത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനിയും മരണങ്ങൾ ഒരുപാടുണ്ടായാലാണ് കണ്ണു തുറക്കുമെങ്കിൽ, നിങ്ങൾക്ക് തുറക്കാൻ പറ്റുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാത്തിരിക്കാം. ഒരുപാട് വാർത്തകൾക്ക് വേണ്ടി 3 ദിവസത്തേക്ക് വാർത്താ മാധ്യമങ്ങളിൽ ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കുന്ന കേവലം ഒരു വാർത്തയായി മാറാൻ നമ്മുടെ മക്കൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം കാത്തുരക്ഷിക്കട്ടെ.